ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് എന്ന് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം എന്ന് പറയുന്നു, അപ്പം തൊട്ട് എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കേട്ടോ. അതിനിടാനേ പറ്റണില്ല, എന്നും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അന്നേരം ഞാൻ അങ്ങനെ പറയുന്നില്ല. പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, പറയാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ അല്ലേ. എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ ഡ്യൂട്ടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ചില ദിവസങ്ങളിൽ നല്ല തണുപ്പുണ്ട്, ചില ദിവസങ്ങളിൽ അങ്ങനെ തണുപ്പൊന്നുമില്ല കേട്ടോ. നമുക്ക് വേനൽക്കാലമായാലും മഴക്കാലമായാലും മഞ്ഞുകാലമാണെങ്കിലും ചില ദിവസങ്ങൾ രാവിലെ എണീക്കുമ്പം ഒരു പ്രത്യേക തരം തണുപ്പുണ്ടാവും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ കടലക്കറി പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് എന്തെന്നും കടലക്കറിയാണോ എന്ന് കേട്ടോ. ഇവിടെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കടലക്കറി വേണം. ചെറുപയർ കറിയോട് വലിയ താല്പര്യമില്ല. ദോശക്കും ഇവിടെ എല്ലാവർക്കും കടലക്കറിയോടാണ് താല്പര്യം. അന്നേരം നമുക്ക് അതിനേതായി പറ്റുന്നൊരു കറിയല്ലേ വേണ്ടൂ. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വലിയ ഇറച്ചിയോ മീനോ കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരാഴ്ച നമ്മുടെ വീട്ടിൽ ഇറച്ചി മീനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ എന്നും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. പിന്നെ വീഡിയോസ് എടുക്കാത്ത ദിവസങ്ങളിൽ വെറൈറ്റി കറികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ വീഡിയോസ് എടുക്കണില്ലല്ലോ നമ്മൾ, അതുകൊണ്ടാണേ കാണാത്തത്. അല്ലാണ്ട് എന്നും കടലയും ചെറുപയറും തിന്നുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾക്കും ബോറടിക്കൂല എന്നും കടലയും ചെറുപയറൊക്കെ തിന്നാൽ. ബോറടിക്കല്ല കേട്ടോ. അതുപോലും കിട്ടാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്കൊക്കെ അതെങ്കിലും കിട്ടിയിട്ട് എന്ന് പറയാമല്ലേ അല്ലേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഖേദിക്കുന്ന എന്തോരം പേരുണ്ട് നമ്മുടെ നാട്ടിൽ ചുറ്റിനും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണ് ജീവിക്കണേന്ന് പറയാം കേട്ടോ. അന്നേരം ഇന്ന് നമ്മളിവിടെ ഉത്സവം 7ആണ്. ഇത് ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്നിപ്പോൾ ഉത്സവം 11 കേട്ടോ. ഇത് 7 എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അതിന് ശേഷം ഓരോരോ കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഇങ്ങനെയും പോകും. പിന്നെ വൈകുന്നേരം ഇടിയും മഴയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ ഫോൺ എടുക്കാനോ കരണ്ടോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും? വൈഫൈ ഇടി പൊട്ടി അപ്പം തന്നെ വൈഫൈ നമ്മൾ ഓഫാക്കിയിടും. കാരണം അത്ര ഭയങ്കര ഇടിയും മഴയായിരുന്നു 2 ദിവസം ഉണ്ടായിരുന്നത്. അന്നേരം പിന്നെ അങ്ങനെ 2 ദിവസം പോയിട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പിന്നെ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ പൊങ്കാലേൻ്റെ വീഡിയോ ഇട്ടു. പിന്നെ ഇത് ഭയങ്കര ലെങ്ത്ത് ഉണ്ടായിരുന്നു വീഡിയോസ്. ഞാൻ എടുത്തെടുത്ത് കുറേ ലെങ്ത്തി വീഡിയോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ കുറേ സമയം എടുത്തു കേട്ടോ. കാരണം ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചത്. നേരെ കടലക്കറിക്കുള്ള പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ ഉത്സവം കഴിയും വരെ ഈ രാവിലെ തന്നെ കുളി, അത് കഴിഞ്ഞാൽ വീണ്ടും മടി പിടിക്കട്ടെ. പക്ഷേ രാവിലെ നമ്മൾ കുളിച്ചെല്ലാം കഴിയുമ്പോൾ ഒരു ഉന്മേഷം കൂടുതലാണ്. എനിക്ക് രാവിലെ കുളിക്കാൻ മടിയൊക്കെയാണ്. എന്നാലും പൊങ്കാല കഴിയും വരെ രാവിലെ കുളിക്കണമല്ലോ, നോമ്പെടുക്കണമല്ലോ എന്ന് കരുതിയിട്ടൊക്കെയാണ് ഈ രാവിലെ കുളിക്കണത്. അവർ കുളിച്ചാലൊരു സുഖമുണ്ട്, പക്ഷെ മടി കാരണം അങ്ങ് വഴി പോകട്ടാം എന്ന് കരുതി രാവിലെ കുളിച്ച് ശീലമാകുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് നമ്മൾ രാവിലെ എണീറ്റൊന്ന് കുളിക്കണത്. അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര മടിച്ചിയാണ് രാവിലത്തെ കാര്യത്തിൽ. അന്നേരം പിന്നെ അതങ്ങ് പൊട്ടേ നിൽക്കും. കടലക്കറി ഇന്നിപ്പോൾ തേങ്ങ നമ്മൾ എന്നത്തെയും പോലെ തന്നെ കടലക്കറി വറുത്തരച്ചിട്ടൊന്നല്ല കേട്ടോ വെക്കണത്. തേങ്ങ വെറുതെ അരച്ചിട്ടാണ് വെക്കുന്നത്. പൊടി ചൂടാക്കിയിടും. ചുമ്മാ തേങ്ങയും പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ, വെളുത്തുള്ളി അരക്കില്ല, വെളുത്തുള്ളി ഉള്ളിയും തക്കാളിയും വാട്ടിയപ്പോൾ അതിൻ്റെ കൂടെ വാട്ടിയിട്ടു കേട്ടോ. അരം ഇഞ്ചിയും തേങ്ങയും പെരിഞ്ചീരകം കേട്ടോ, വലിയ ജീരകം, ഇതും കൂടി തേങ്ങയും കൂടിയാണ് അരച്ചെടുക്കണത്. പിന്നെ കുട്ടീസിന് ഇതാ പുട്ടൊക്കെ കൊടുത്തു. കുഞ്ഞാപ്പക്കുട്ടിക്ക് ഇപ്പം കൊടുക്കണ പുട്ടില്ലേ എത്ര മണിക്കൂർ അവിടെ ഇരുന്നു എന്നറിയാം. നിങ്ങൾക്ക് പറ്റിയ കാണാം കേട്ടോ വീഡിയോസിൽ. പിന്നെ ചക്കരക്കുട്ടി സ്കൂളിൽ പോയിട്ടാ. ചക്കരക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പൊന്നൂസിന് പിന്നെ ആഴ്ചയ്ക്ക് 2 ദിവസമൊക്കെയാണല്ലോ എക്സാം വരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ആൾ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തന്നെ ഉണ്ടാവും. മേശപ്പുറത്തൊരു വടി ഇരിക്കണം, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവില്ലേ. അത് കുഞ്ഞാപ്പക്കുട്ടി കൊണ്ടിട്ടാണത്. അവളെ തന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കണതാണ് കേട്ടോ. കാരണം ആൾ ഭയങ്കര ഓട്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഓട്ടാണ് കേട്ടോ. ഒരു മിനിറ്റ് കയ്യും കാലം അനങ്ങാതിരിക്കൂല. എനിക്കറിയത്തില്ല മറ്റൊരു 2 പേര് ഇത്രയും കുരുത്തക്കേടും ഇത്രയും വികൃതി ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കുഞ്ഞാപ്പക്കുട്ടിക്ക് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കേൾക്കാൻ ഭയങ്കര മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ ചെറുതായതുകൊണ്ട് നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഇവളെ കൊഞ്ചിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടില്ല കേട്ടോ. ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്വാതന്ത്ര്യത്തിനും കൂട്ട് നിൽക്കണോണ്ടാണോ എന്നറിയില്ല. ആൾ തീരെ പറഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞാൽ തീരെ കേൾക്കില്ല കേട്ടോ. അത് ഞാൻ മറ്റേ രജനീകാന്തിൻ്റെ ഡയലോഗ് പറയും. ശ്യാമേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവൾ കേൾക്കും, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാൽ അവൾ കേൾക്കൂല. അതായത് ഞാൻ രജനീകാന്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു ഡയലോഗ് ഇടക്കിടക്ക് ഇവിടെ പൊട്ടിക്കാറുണ്ട്. കാരണം അങ്ങനെയാണ്, അവൾ തീരെ ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. ഞാൻ പറഞ്ഞാലല്ല, പൊന്നു പറഞ്ഞാലോ, ചക്കര പറഞ്ഞാലോ, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞങ്ങളെ വിറപ്പിക്കും. നിന്നെ കടിക്കണ്ട, വിട്ടോ ആത്ത് കയറി വിട്ടോ. പൊന്നൂനെ കടിക്കട്ടെ പോ. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊരു കിളിക്കുഞ്ഞിനെ കിട്ടിയ കഥ ഞാൻ ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്കൊരു കിളിക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉറുമ്പൊക്കെ തിന്നാകെ മുറി വന്നൊരു കിളിക്കുഞ്ഞാണ്. അന്നേരം അതിന് ഇപ്പം നമ്മളിങ്ങനെ പൊതിഞ്ഞ് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. അന്നേരം അതിനെ ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കിയിരിക്കലാണ് ഇപ്പോഴത്തെ നമ്മളെ കക്ഷിയുടെ പരിപാടി കേട്ടോ.
അതിൻ്റെ ഇടയിൽ കൂടെ തട്ടലും മുട്ടലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ കുട്ടീസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ഡെയിലി മാറ്റിയാലും കണക്കാണ്. നമുക്ക് ഇതേ കളറിൽ 2 ബെഡ്ഷീറ്റ് ഉണ്ട്. അതുകൊണ്ട് മാറ്റുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഒരേ ബെഡ്ഷീറ്റ് 2 കളറിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ 6 ബെഡ്ഷീറ്റ് അന്ന് വാങ്ങിച്ചത്. ഒരെണ്ണം തന്നെ 2 കളറിലുള്ള. പക്ഷെ ഇപ്പോൾ ഈ ബെഡ്ഷീറ്റിന് എന്താണ് കുഴപ്പം, വേഗം പിഞ്ചി പോകുന്നുണ്ട്. കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ പാദസരം ഇട്ടിട്ട് അവളിങ്ങനെ വലിച്ചു കഴിയുമ്പം വേഗം പിഞ്ചി പോകുന്നുണ്ട്. പക്ഷേ വേഗം ഉണങ്ങും എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ തുണി വളരെ മോശപ്പെട്ട തുണിയാണ് കേട്ടോ. ഒരു വീട്ടിൽ കൂടെ കൊണ്ടുവരുന്നവരൊന്ന് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ചില സമയം നല്ലത് കിട്ടും, ചില സമയം മോശമായത് കിട്ടും കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയത് നല്ലതായിരുന്നു, ഇപ്രാവശ്യം കിട്ടിയത് വക്ക മോശം തുണി കേട്ടോ. പിന്നെ കുഞ്ഞാപ്പുക്കുട്ടിക്ക് നേരത്തെ കൊടുത്ത പുട്ടല്ലേ, അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഞാൻ തന്നെ ഇങ്ങോട്ട് വാങ്ങിച്ചു. ചായ കൊടുത്തതൊക്കെ കുടിച്ചു, പിന്നെ വെള്ളം കൊടുത്തത് കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ കരച്ചിലും പീച്ചിലൊക്കെ കഴിഞ്ഞു, പുട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ മാറ്റി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി. നമ്മളെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുവാണേ. മുടി ഇങ്ങനെ കെട്ടി വെക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ മുട്ടയടിക്കും എന്നുള്ള ഭീഷണിയുടെ പുറത്താണ് കേട്ടോ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണത്. അല്ലാതെ ഈ മുടി കെട്ടി വെക്കാൻ വിടത്തേ ഇല്ല. മുറിക്കാനും വിടത്തില്ല, കെട്ടാനും വിടത്തില്ല. പിന്നെ LKG പോകാനായതല്ലേ, അതിന് മുടി മുറിച്ച് വെറുതെ മുട്ടക്കുഞ്ഞാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മുറിക്കാതെ അവിടെ വെക്കുവാണ്. പക്ഷെ മുടി മുറിക്കാതെ ആകുമ്പോഴത്തേക്കും ആളെ മുഖമൊക്കെ എന്തോ പോലെ ആവും. ഒന്നാമത്തെ ആൾ മെലിഞ്ഞ് വരുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും വല്ലാത്ത മെലിച്ചൽ വരുന്നുണ്ട് ശരീരം. നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബിസ്ക്കറ്റും മിഠായും ഒരുപാട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നുണ്ട് അതിന് വേണ്ടി വാശി പിടിച്ച് അത് നന്നായി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്ക് വിശപ്പ് കുറവാണ്. ബാക്കിയുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ പൗഡർ ഇടുക, കണ്ണെഴുതുക, പൊട്ട് വയ്ക്കുക, ഇതൊന്നും നമ്മളെ കുഞ്ഞാപ്പക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആ പൗഡർ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കച്ചറാക്കേണ്ടത്. പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ സുന്ദരി ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട ലേശം പൗഡറെങ്കിലും ഇടിയിച്ചത്. പൊട്ട് വയ്ക്കാലൊക്കെ ഭയങ്കര മടിയാണ് ആൾക്ക്. എന്താണെന്ന് എനിക്കറിയില്ല. പെൺകുട്ടിയൊക്കെ ഒരുങ്ങാനല്ലേ ഇഷ്ടമുണ്ടാവും. എൻ്റെ 3 മക്കൾക്കും ആ ഒരു കാര്യത്തിനോട് വലിയ താല്പര്യമില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ കുറേ അതും ഇതൊക്കെ വാങ്ങി തേക്കുന്നല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, പെൺകുട്ടികൾ കുളിച്ച് കഴിഞ്ഞാലേ ഒരു ചന്ദനം വെക്കണം, ഒരു പൗഡർ ഇടണം, ഒരു പൊട്ട് വയ്ക്കണം, ഇതൊക്കെ ഞാൻ പറയും. എൻ്റെ മക്കൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രം ഒരുങ്ങിയിട്ട് പോവുള്ളൂ. അതെന്താണോ, വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യത്തേ ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ട് വെച്ചിട്ടില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്കങ്ങനെ നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ചു പോയതുകൊണ്ടായിരിക്കും അങ്ങനെ. അടുത്ത അമ്മ എപ്പോഴും ചീത്ത പറയും, കുളിച്ച് കഴിഞ്ഞ് ഒന്നും ഒരുങ്ങി നിൽക്കും മക്കളെ, ഒന്നും ഒരുങ്ങി നിൽക്കുന്ന എവിടെ. എൻ്റെ മക്കൾ കേൾക്കില്ല. അമ്മ പറയും ഞാൻ പറയായിട്ടാണ് ഇവിടെ കാക്ക. പിന്നെ അകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരിയൊക്കെ ഇട്ടു. പൊന്നൂസിനോട് തുടച്ചോളാൻ പറഞ്ഞിട്ട് നേരെ അലക്കാൻ വിട്ടു കേട്ടോ. നേരെ പൊന്നൂസ് ഇവിടെ ഉണ്ടെങ്കിൽ ആപ്പാടെ ചെയ്യുന്നൊരു കാര്യമാണ് തുടയ്ക്കൽ. പിന്നെ എന്നും ആളോട് അടിച്ചു വാരി തുടക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നടുക്ക് കൂടെ അങ്ങോട്ട് അടിച്ചു വാരി പോകും ചില സമയത്ത്. നേരം അടിയും തട്ടി പാത്രമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി ഒന്നും ചിലപ്പോൾ അടിച്ചു വരില്ല, ചിലപ്പോൾ എല്ലാം മാറ്റി ഒതുക്കി പെറുകി അടിച്ചു വരും കേട്ടോ. 2 സ്വഭാവത്തിൽ ചിലപ്പോൾ പോവും. അതിന് പിന്നെ ഞാൻ എന്താക്കി, മൊത്തത്തിൽ ഞാൻ തന്നെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് അടിച്ചു വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേഗം ഒന്ന് ആൾ തുടച്ച് പോയാൽ മതി. രാവിലെയൊക്കെ ഇരുന്ന് പഠിക്കാൻ ഭയങ്കര മടിയാണ്, വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് പഠിക്കത്തുള്ളൂ. അത് ഞാൻ പറയും എന്തേലും ഒരു ഉപകാരം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പറയും. ഭയങ്കര മടിയാണ് ഇപ്പോൾ പണിയൊക്കെ എടുക്കാനൊക്കെ. ഞാൻ വിചാരിക്കും പോട്ടേന്ന് വയ്ക്കുന്തോറും ആൾക്ക് ഭയങ്കര മടിയായി വരുന്നുണ്ട്. വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നതോറും പഠിക്കാൻ കൂടുന്നതനുസരിച്ച് പഠിക്കാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പഠിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും എന്തൊക്കെ ആവുമെന്നൊന്നും അറിയത്തില്ല. കുഞ്ഞാപ്പോൾ കുട്ടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അവിടെ. പിന്നെ വൈകുന്നേരത്തെ വീഡിയോസാണ് എടുത്തത്. കാവ് 7 ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടിയേറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടീസുകൾ 2 പേരും കൂടെ നേരത്തെ പോയി. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരെ കൂടെ അവർ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കൊടിമരം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ താലം വരും. അന്നേരം താലം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവർ ആദ്യമായിട്ടാട്ടോ കൊടിമരത്തിൻ്റെ കൂടെ താലം എടുക്കണം. നമ്മൾ പോവാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് താലം എടുക്കണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചേച്ചി വന്ന് പോരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നാൽ പോകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പൊന്നൂസിൻ്റെയും ചക്കരേൻ്റെ പാവടയും ബോസും അടിക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടില്ല. നമ്മളിവിടുത്തെ ദേശവിളക്ക് പോകുമ്പോഴത്തേക്കും മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്തേക്കായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് കേട്ടോ നമ്മളുടെ അടുത്ത് ദേശവിളക്ക് പോവേണ്ടിയിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ വളരെ മോശാവസ്ഥയിലാണ് നമ്മൾ ഈ ഭാഗത്തിൻ്റെ. അന്നേരം ഈ പ്രാവശ്യം അത് പോകണ്ടില്ല എന്ന് വെച്ചു കേട്ടോ. തലേ ദിവസം തന്നെ മരണവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ 3 മരണം നമ്മളിവിടെ അടിക്കടിക്ക് സംഭവിച്ചു. പിന്നെ തലേ ദിവസം ഇന്നലെ ഒരു മരണം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ വർഷം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അമ്പലത്തിൽ പൂജയും കാര്യങ്ങളും കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം എല്ലാ വർഷവും പോയിട്ട് ഈ വർഷം പോവാതിരിക്കുമ്പോൾ ഒരു പ്രത്യേക വിഷമം എല്ലാവരുടെ മനസ്സിലുണ്ട്. ദേവി അത് പുറത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ കൊടിമരതാ പോയിക്കൊണ്ടിരിക്കേണ്ടിട്ട് ഇവിടെ ഭയങ്കര ഇരുടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് കുഞ്ഞാപ്പോൾ അവിടെ നിൽക്കപ്പുറത്ത് വരുന്നില്ല, ചേച്ചീൻ്റെ അടുത്ത് പോകണം പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഓട്ടോയും പിടിച്ച് നേരെ അങ്ങോട്ട് പോയിട്ടാണ്. തലപ്പുഴ അമ്പലത്തിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം, ഇടിക്കര പോകുന്ന വഴിയാണ് കേട്ടോ, കുറച്ച് പോയാൽ മതി. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ കൊടിമരം വിളക്കുമായി താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് അവരൊപ്പം നടന്ന് ഇങ്ങോട്ട് തലപ്പുഴയ്ക്ക് പോകുന്നു കേട്ടോ. പൊന്നൂസും ചക്കരി അതിൻ്റെ കൂടെ ഉണ്ട്. ഈ വർഷം ഒരുപാട് താലുണ്ടായിരുന്നു. എല്ലാ വർഷം ഇത്രയും താലം ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത്. കാരണം കൊടിമരം വരുമ്പോൾ ഒരുപാട് താലം അങ്ങനെ ഉണ്ടാവാറില്ല. ഇതിവിടെ ഒരു
കുറിച്ചരില്ലേ അവരെ വീട്ടിൽ നിന്നാണ്, തറവാട്ടിൽ നിന്നാണ് കേട്ടോ ഈ കൊടിമരം കൊണ്ടുവരുന്നത്. അവിടെ പൂജിച്ച് അവിടെ കുറേ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അവിടെ നിന്ന് പൂജിച്ചിട്ടാണ് ഈ കൊടിമരം ഇങ്ങോട്ട് നമ്മുടെ തലപ്പുഴ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് പാരമ്പര്യ കാലങ്ങളായിട്ട് അങ്ങനെയാണ് കേട്ടോ. അന്നേരം അതിൻ്റെ എന്തൊക്കെ ഐതിഹ്യങ്ങളും അതിൻ്റെ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല, പറയാനറിയത്തില്ല. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ കേൾക്കുന്നവർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ആരുതാ കുറേ പേരുണ്ട് കേട്ടോ. പൊന്നൂസും ചക്കര, പൊന്നൂസ് അതാ പോണു ചക്കര മുന്നിൽ പോയിട്ടാ. എന്നിട്ട് പൊന്നൂസിൻ്റെ കഥ ബാക്കി പറഞ്ഞില്ല. പൊന്നൂസിൽ എന്നിട്ട് പാവാടിയും ബ്ലൗസും ആഗ്രഹിച്ച് മേടിച്ചിട്ടാണ് പഴയതൊക്കെ ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ അമ്പലത്തിലേക്ക് താലം കയറിയിട്ടുണ്ട്. കൊടിമരം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കയറിയിട്ടില്ല. അമ്പലത്തിലേക്ക് കയറിയിട്ട് താലം കയറി അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് വോയിച്ചിട്ടുണ്ട് ചെണ്ടമേളത്തിന് ഇതിൻ്റെ സൗണ്ട് നമുക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കുറച്ച് കുറച്ചെടുക്കണം. അത് മാത്രം ഞാൻ ഇവിടെ എനിക്ക് പോട്ടെ അടുത്തതിൽ പറയാൻ വെച്ചു. ഇതൊക്കെ ചെണ്ടമേളത്തിന് ആ ശബ്ദമൊക്കെ അങ്ങോട്ട് കേൾക്കട്ടെ. പിന്നെ ഇതാ കൊടിമരം നേരെ വന്നിട്ടുണ്ട് കേട്ടോ. നേരെ കൊണ്ടുവന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്പലത്തിലേക്ക് കൊടിമരം നാട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനെ പിന്നെ പൊന്നുകുട്ടിയുടെ പാവാടിയും ബ്ലൗസിൻ്റെ കാര്യമില്ലേ, അത് പാവാടിയും ബ്ലൗസും ധാവണിയൊന്നല്ല അവൾ ഉടുത്തേക്കണത് കേട്ടോ. അത് എൻ്റെ സെറ്റ് സാരീനെ അനിയത്തിയുടെ ബ്ലൗസും ചെറുതാക്കി കൊടുത്ത് എൻ്റെ സെറ്റ് സാരീനെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് ധാവണി പോലെ ഉടുത്തതാണ് കേട്ടോ. പെട്ടെന്ന് ചടപടേന്ന് തേക്കലും ഉടുക്കലായിരുന്നു. അതിനെ പെട്ടെന്ന് അങ്ങനെ ഉടുത്ത്. പക്ഷെ സംഭവം രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊന്നുകുട്ടിക്ക് അങ്ങനെ സാരിയും സെറ്റും മുട്ടൊന്നും ഉടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ആൾ 9ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അവൾ തിരുവാതിരക്ക് തന്നെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് നെഞ്ഞിട്ട് ആളും. അന്നേരം നമുക്ക് എപ്പോഴും നമ്മളെ മക്കൾ ചെറിയ കുട്ടികളായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുക. പെട്ടെന്ന് മക്കളിങ്ങനെ സാരിയൊക്കെ കൊടുത്ത് വലുതായിട്ട് കാണുമ്പോൾ ടെൻഷനാവും. പിന്നെ പൂജയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കൊടിമരം നാട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ചാണാനൊക്കെ അതിൻ്റെ ചുവട്ടിൽ അവർ തന്നെയാണ് കേട്ടോ മെഴുകണത്. നമ്മളെ പറഞ്ഞില്ല അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അവർ തന്നെയാണ് മെഴുകുക. അതിൻ്റെ ചുവടൊന്നിങ്ങനെ ചാണകം ഇങ്ങനെ തേച്ച് കൊടുക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇതാ പൂജയും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊടി ഉയർത്തൽ പരിപാടിയാണ് കേട്ടോ അടുത്തതുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും കൊടിയേറ്റിന് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും നമുക്ക് കൊടിയേറ്റിന് പോലെ നടക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ പോകാൻ പറ്റൽ കുറവാണ് കേട്ടോ. പോകാൻ പറ്റുന്ന കൊല്ലങ്ങളിലൊക്കെ ഞാൻ പോവാറുണ്ട്. പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് പോകാനും പറ്റത്തില്ലല്ലോ. അന്നേരം പിന്നെ അങ്ങനെ അങ്ങ് പോകും. അതൊരു വിഷമമാവും കേട്ടോ. നമുക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ വർഷത്തിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ ഉത്സവം. അതിന് പോയിട്ടില്ലെങ്കിൽ അതൊരു വല്ലാത്ത വിഷമമായിരിക്കും. നമുക്ക് വലിയ കാവിലെ ഉത്സവത്തിന് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അത്ര വലിയ വിഷമം തോന്നാറില്ല കേട്ടോ. നമ്മളെ നാട്ടിൽ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിലെ ഉത്സവത്തിന് കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒന്ന് പോയി പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത വിഷമമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വലിയ കാവിലെ ഉത്സവത്തിന് പോയിട്ടില്ല. ആ സമയത്ത് എന്തൊക്കെയോ സുഖമില്ലാണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കാവിൽ പോയിട്ടില്ല. ഈ വർഷത്തെ കാര്യം ഡൗട്ടിൽ കിടക്കുകയാണ്, ഉറപ്പൊന്നും ആയിട്ടില്ല. അത് മിക്കവാറും പോകാൻ സാധ്യത കുറവൊക്കെയാണ് കേട്ടോ. അങ്ങനെ വലിയ കാവിൽ അങ്ങനെ പോയി അങ്ങനെ ഇതില്ല, അങ്ങനെ പോക്ക് അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ചില സമയങ്ങളിൽ. പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ നേരത്തെയും കാലത്തെയൊക്കെ പോയി വരണം. അല്ലാച്ചാൽ ഭയങ്കര തിരക്കാകും. നമ്മളിവർ 3 ആളെയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. തട്ടലും മുട്ടലും ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് കണ്ടും പോകണ്ടേ. കാരണം എനിക്കാണെങ്കിൽ പകൽ പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ഭയങ്കര വെയിലും ചൂടൊക്കെയാണ്. അതുകൊണ്ട് പകൽ പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. സന്ധ്യ മയങ്ങിയിട്ടൊക്കെ പോകുമ്പോഴാണ്, ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ രാത്രി പോകുമ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവുക. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ പാടെ ഒറ്റ വർഷം മുടങ്ങാട് എല്ലാ വർഷവും പോട്ടെ, 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പോവേ. ഇപ്പോൾ മക്കളും വലിയ 3 കുട്ടികളായി കഴിഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും പോകാനുള്ള ഇത് പറ്റൂല. കുഞ്ഞാപ്പൂനി കൊണ്ടൊക്കെ പോകണമെങ്കിൽ തന്നെ കുറച്ച് പാടന്നെയാണ് കേട്ടോ. ആൾക്ക് എന്ത് കണ്ടാലും ചിലപ്പോൾ വേണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റപ്പം കലി ചോദിച്ചാൽ ചാക്കും പണം കൊണ്ട് പോകേണ്ടി വരും കുഞ്ഞാപ്പൂനിയും കൊണ്ട് പോകണമെങ്കിൽ. അങ്ങനെ നമ്മളെ കൊടിയേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൊടിയൊക്കെ ഏറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണം, ലോങ് വീഡിയോ ഒക്കെ എടുക്കണം. അങ്ങനെയാകുമ്പോൾ ഫോൺ തിരിച്ചെടുക്കണം, മറച്ചെടുക്കണം. അതൊരു ഇഷ്യൂ, ഭയങ്കര വേറെ പ്രശ്നം തന്നെയാണ്. പിന്നെ ചക്കരയാണ് പിന്നീട് ഇങ്ങോട്ടേക്കുള്ള മൊത്തം വീഡിയോഗ്രാഫറും ചക്കരയാണ് കേട്ടോ. പിന്നെ ഇത് പടക്കമൊക്കെ പൊട്ടണുണ്ട്. ആകാശത്ത് നല്ല വർണ്ണവിസ്മയമായ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. അന്നേരം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിന് ഞാൻ വോയിസ് ഓവർ ഇടണില്ല. കാരണം നിങ്ങൾ പടക്കം പൊട്ടുന്നതൊക്കെ നിങ്ങളെ ഇതിൽ കണ്ടോട്ടെ. അതിന് ഞാൻ വോയിസ് ഓവർ ഇട്ട് ബോറടിപ്പിക്കണില്ല കേട്ടോ. എല്ലാവരും ഉത്സവം നേരിട്ട് കണ്ടെടുത്ത വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. പോകുമ്പോൾ എടുക്കട്ടാ.
പൊട്ടുന്നതാണ്. എവിടെക്കാ എവിടെയാണോ പിന്നെ വെടിക്കെട്ട് ഇത് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കുറേ ചീറ്റി പോയിട്ടാ, മുകളിൽ എടുക്കുമ്പോൾ താഴേക്ക് പൊട്ടും, താഴേക്ക് എടുക്കുമ്പോൾ മുകളിൽ പൊട്ടും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. കുറേ നല്ല അടിപൊളിയായിട്ട് പൊട്ടി, കുറേയൊക്കെ ചീറ്റി പോയ പോലെ പൊട്ടിയിട്ടാ. അതുകൊണ്ട് ഫോൺ താഴേക്ക് പിടിക്കണം മേലേക്ക് പിടിക്കണം എന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാവ് 7 നമ്മളെ ഉത്സവത്തിൻ്റെ 7ാം ദിവസത്തെ നമ്മളെ ടൗണിലെ അമ്പലത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ അമ്പലത്തിൽ മുന്നങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ഞാൻ തൊഴാൻ പോണത്. കാരണം ഇതൊക്കെയാണ് നമ്മളെ കാവ് 7 അമ്പലത്തിലെ വിശേഷങ്ങൾ. പിന്നെ ഇതിന് ശേഷം പായസദാനം ഉണ്ട് കേട്ടോ. പായസദാനം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവം 7-ന് കൊടിയേറ്റിൻ്റെ അന്ന് ഇവിടുത്തെ പള്ളി വകയാണ് കേട്ടോ, മുസ്ലിംസിൻ്റെ പള്ളി വക. ആ ഒരു ഇതിൻ്റെ വകയാണ് നമുക്കിവിടെ കാവ് 7-ന് പായസ വിതരണം ഉണ്ടാവുക. നബിദിനത്തിനും നേരെ തിരിച്ച് നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. അരം ഇതണ്ട ലാസ്റ്റ് കൊടിയേറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആളെ കണ്ടു കേട്ടോ. കാരണം എല്ലാവരും അവിടെ ഇവിടെയും കൂടി നിന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒത്തിരി ആളെ കാണാൻ പറ്റില്ല. ഇപ്പോൾ പായസദാനം വന്ന ശേഷം എല്ലാം ഇഷ്ടം പോലെ ആളായിട്ടോ. അരെ പായസം എല്ലാ കൊല്ലം കുഞ്ഞാപ്പോൾ ആരുടെയൊക്കെ മേത്തൊന്നും മറക്കൽ പതിവാണ് കേട്ടോ. ഈ വർഷം അവളെ മേത്തും പൊന്നൂസിൻ്റെ മേത്തുമായിട്ട് കുറച്ച് അങ്ങോട്ട് മറച്ചിട്ടുണ്ട്. ആൾ പിന്നെ പായസം കുടിക്കാണ്ട് അമ്പലത്തിൽ നിന്ന് എവിടേക്കും പോകില്ല കേട്ടോ. പായസം ഉണ്ടോ ഞങ്ങൾ അവിടെ ഉണ്ട്, പായസം കുടിക്കാതെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഒരു പരിപാടിയില്ല. നേരെ പായസം കുടിച്ചു നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ. നേരെ ശ്യാമാട്ടനും കൂട്ടുകാരനും കൂടെ ബൈക്കിൽ വന്ന് ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലും കയറ്റി വിട്ടു. കുഞ്ഞാപ്പുക്കുട്ടിക്ക് പൊരിയും കടലയും വാങ്ങി ഓരോ മിഠായി വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. പൂരപ്പറമ്പ് പോയില്ലേ, പൊരി വാങ്ങിയില്ലേ പിന്നെ എന്ത് വിശേഷമല്ലേ. നേരെ ഓക്കെ, നേരെ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.